ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെയും നല്ല വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ നോർമൽ കുക്കിങ്ങും അതുപോലെ തന്നെ എൻ്റെ ഡെയിലി റുട്ടീൻസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഫുൾ വീഡിയോ കണ്ടു നോക്കണേ. അങ്ങനെ ശനിയാഴ്ച രാവിലെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കറങ്ങാൻ ഇറങ്ങിയതല്ല, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ പോണത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ പോയിട്ട് അവിടെ ആസ്ഡയിൽ നിന്നാണ് മേടിക്കുന്നത്. ഈ പ്രാവശ്യം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചു. എനിക്ക് ആസ്റ്റ കണ്ട് എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഒരു ചേഞ്ചൊക്കെ വല്ലപ്പോഴും വേണ്ടേ. നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ കയറാൻ പോകുന്നത് ഈ ഒരു ഷോപ്പിലേക്കാണ്. ഇതിൻ്റെ പേര് ഹോം ബാർഗൻസ് എന്നാണ്. ഇപ്പം മറ്റേ നമ്മുടെ ആസ്റ്റയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് വിലക്കുറവുണ്ട്. പിന്നെ വെജിറ്റബിൾസും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അല്ലാത്തുള്ള നമ്മുടെ വാഷിംഗ് ലിക്വിഡ്, സോപ്പ്, പിന്നെ അതുപോലെ തന്നെ മെഡിസിൻസ്. പിന്നെ തുണിയുടെ സെക്ഷനിലാണെങ്കിൽ പക്ഷേ കൂടുതലും കൊച്ചു കുട്ടികൾക്കാണ് കണ്ടത് കേട്ടോ. അവിടെ അവർക്കുള്ള ആക്സസറീസും കാര്യങ്ങളാണ് ഒരുപാടുള്ളത്. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഏട്ടൻ പറയുന്നുണ്ട് ഒരു ബേർഡ് ഫീഡർ വാങ്ങണമെന്ന്. അതാണ് കയ്യിലിരിക്കുന്നത്. നമ്മുടെ വീട്ടിലിപ്പോൾ ഇഷ്ടം പോലെ പക്ഷികൾ വരാറുണ്ട്. ഓൾറെഡി സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ ഒരുപാട് ബേർഡ്സ് നമ്മുടെ ബാക്ക് യാർഡിൽ വരും. അപ്പോൾ അവർക്കുള്ള ഫുഡ് കൊടുക്കണമെന്ന് ഏട്ടൻ കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് അത് ഇവിടുന്ന് കിട്ടി. അപ്പം ബേർഡ് ഫീഡറും വാങ്ങി, പിന്നെ അതിലേക്ക് ഇടാനുള്ള ഫുഡും നമ്മൾ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചു. പിന്നെ ഇപ്പോൾ എല്ലാ ഇങ്ങനെ ബാക്ക് യാർഡിലും ഇങ്ങനെ വീടുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന ഐറ്റംസാണ് ഇതൊക്കെ. കണ്ടില്ലേ, ഹണി ബീയുടെ ഷേപ്പിലും ബഗ്ഗിൻ്റെ ഷേപ്പിലും ബട്ടർഫ്ലൈയുടെയും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് സംഭവം അതല്ലേ, അങ്ങനെ അതുപോലത്തെ ഇതൊക്കെ ഇങ്ങനെ കുത്തി വെക്കും. അതിലൊക്കെ ലൈറ്റൊക്കെ കത്തും. അങ്ങനത്തെ സംഭവങ്ങളാണിത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസാണ് ഇപ്പം കൂടുതലും കാണുന്നത്. ഇപ്പോൾ എല്ലാവരും ഈ സീസണിൽ എല്ലാ വീട്ടിലും ബാക്ക് യാർഡിലൊക്കെ ഇതുപോലത്തെ ഇതൊക്കെ മേടിച്ചൊക്കെ വെക്കും. അതൊരു പ്രത്യേക വൈബാണ്. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇതുപോലത്തെ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരൊക്കെ അത് വീട്ടിൽ സെറ്റ് ചെയ്ത് വെക്കും. പൂക്കളൊക്കെ പ്ലാസ്റ്റിക്കാണ്, പക്ഷെ കാണാൻ നല്ല ഒറിജിനൽ പോലെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഷോപ്പിൽ കാണുന്നത്. എല്ലാവരും ഗാർഡനിലൊക്കെ വിരിക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഒരേ ഒരു പീസേ ഇനി ഇരിപ്പുള്ളൂ. അങ്ങനെ പിന്നെ നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും എല്ലാ സാധനങ്ങളും വേണ്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ നമുക്കിങ്ങനെ എടുക്കാൻ തോന്നും. അങ്ങനെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇനിയിപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഇനിയിപ്പം വിമാൻകുട്ടിയുടെ സ്കൂളിലേക്ക് പോകണം. അവിടെ ഇന്നൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. പക്ഷേ വിമാനം വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അവരെയും കൊണ്ട് കൂട്ടിയിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് വരാഞ്ഞത്. അപ്പോൾ അവരെയും വിളിച്ചുകൊണ്ട് നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. ഇന്ന് എനിക്ക് ഫുഡ് പരിപാടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യാത്ത ഒരു ദിവസമാണ്. പിന്നെ അവിടെ തന്നെ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂളിൽ തന്നെ. ഒരുപാട് ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ ക്ലോത്തും പിന്നെ ജ്വല്ലറീസും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഇൻഡോറിലും ഔട്ട്ഡോറിലുമായിട്ട് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ടിക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ബൗൺസൽ കാസിൽ കയറാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ അവിടുത്തെ ക്യൂ കണ്ടപ്പോൾ അവർക്ക് കയറണ്ടെന്നായി. ആക്ടിവിറ്റി ടിക്കറ്റ് ഫ്രണ്ടിൽ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ബാർബിക്യൂവിൻ്റെ ഒരു കൂപ്പൺ കൂടെ വാങ്ങിയിരുന്നു കേട്ടോ. 2 എണ്ണം വാങ്ങിയിരുന്നു. പക്ഷേ അതാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ അത് അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ വേറെയും കുറേ സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പിന്നെ ഏട്ടൻ പോയി ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ വർഷക്കുട്ടിക്കാണ് ഈ ബർഗർ വാങ്ങിയത്. വർഷക്കുട്ടി വിമാനം ബലൂൺ മോഡലിങ്ങിനും പോയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. കണ്ടില്ലേ, ഈ ബലൂൺ വെച്ചിട്ടുള്ള ഒരു പട്ടിക്കുട്ടിയെ. വർഷക്കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിന് ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞെന്നാണ് വിമാനം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ പോയത് സൈലൻറ്റ് ഡിസ്കോ കളിക്കാനാണ്. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റിനുള്ളിൽ ഒരുപാട് പാട്ട് ഇങ്ങനെ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ തന്നെ ഡിസ്കോ ചെയ്യണം. അങ്ങനെ സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ ഒരു പഴയ BMW കാറ് കിടക്കുന്നത് കണ്ടത്. ഏട്ടൻ്റെ ഫേവറേറ്റ് കാറാണിത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫുഡ് ഇട്ടോ ഏട്ടാ, ഫുഡ് ഇട്ടാ, ഇവിടെ ഇട്ടാലോ, ഇതിലിട്ടാലോ, ഇതിലെ കൊതിർത്തിട്ടാലോ. അല്ല ഇരുന്ന് കഴിക്കല്ലേ.
പറ്റും പറ്റും. അപ്പോൾ ഇനി ബേർഡ്സ് എല്ലാം വന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ. ഇനി കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ സമയം ഇപ്പം വൈകിട്ട് ഒരു 4 മണിയായി കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് വീണ്ടും നമ്മൾ എല്ലാവരും കൂടെ പാർക്കിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ ഒരു പാർക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ്. ഇതുവരെ പക്ഷെ നമ്മളിങ്ങോട്ട് വന്നിട്ടേ ഇല്ല. വലിയ പാർക്ക്. അങ്ങോട്ട് പോയി അവിടെ പാണ്ടൊക്കെ ഇരിക്കുന്നു, അങ്ങോട്ട് പോകും. ഇപ്പോൾ പിന്നെ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും പൂക്കളാണ്. അത് പല കളറിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എന്താ ഭംഗിയെന്നറിയാം. പിന്നെ നല്ല ക്ലൈമറ്റ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. രാവിലെ തൊട്ടേ നല്ല ഒരു ഇതായിരുന്നു. പക്ഷെ നമ്മൾ വൈകിട്ട് ഇറങ്ങാൻ നേരമായപ്പോൾ ലൈറ്റ് ഒന്ന് മഴ ചാറാൻ തുടങ്ങി. പിന്നെ അതൊന്നും നമ്മൾ കണക്കിലെടുത്തില്ല. പിന്നെ ഇങ്ങനെ പോന്നു. ആ കുഞ്ഞു ബോട്ട് നോക്കടാ. ഞാൻ ആദ്യം വിചാരിച്ചത് തന്നെയാണ് പോണേന്ന്. പിന്നെയാണ് മനസ്സിലായത് അവിടെ ഇരിക്കുന്ന അപ്പൂപ്പൻ റിമോട്ട് കൺട്രോളിൽ വെച്ചിട്ട് അതിനെ ഓടിക്കുന്നതാണെന്ന്. എനിക്ക് തോന്നുന്നു ഇവരുടെ അടുത്ത് പൈസ കൊടുത്തെങ്കിൽ നമുക്കും അതുപോലെ ലേക്കിൽ ഈ ബോട്ടൊക്കെ റൺ ചെയ്യിപ്പിക്കാൻ തോന്നും. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ടായിരുന്നു ആ ഒരു ഷിപ്പിൻ്റെ മോഡലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. വേണ്ടി പോകണം. അപ്പോൾ പെട്ടെന്ന് നോക്കിട്ടോ എന്താന്ന് അവിടെ ആണോ കേട്ടിട്ടുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ആ ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കാം. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഫുള്ള് എവിടെ നോക്കിയാലും ഗ്രീനറിയും അതുപോലെ തന്നെ ആ ലേക്കും എല്ലാം കൂടെ സൂപ്പറാണ്. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഒരുങ്ങിയിട്ട് വരാമായിരുന്നു എന്ന് തോന്നിപ്പോയി. സൗണ്ട് കേൾക്കുന്നു. ഈ സംഭവം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഈ മണിയൊക്കെ കെട്ടിടത്തില്ലേ, അതിന് പകരമായിട്ട് ഇവിടെ ഇങ്ങനെ ഈ ലോക്ക് ഇട്ട് പൂട്ടുന്നതാണ് കേട്ടോ. അവരോരോ വിഷു പറഞ്ഞിട്ട് ഇങ്ങനെ ലോക്ക് ഇട്ട് വെക്കും. ഇത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ കാണാറുണ്ട്. ഇതിപ്പോൾ ഈ പാർക്കിൽ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ലോക്ക് ഇട്ട് പൂട്ടാം. ഒരുപാട് സ്ഥലം കിടക്കണം. വേണ്ട വേണ്ട, ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഇനി ഒരുപാട് ദൂരം അകത്തോട്ട് പോകാനുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ പകുതി വഴിയായപ്പോൾ നമ്മൾ നിർത്തി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അങ്ങോട്ടൊക്കെ പോകാനായി. കാരണം ഒറ്റ സ്ട്രെച്ചിൽ നമ്മളെ കൊണ്ട് ഫുള്ള് നടന്ന് കാണാനുള്ള ശക്തിയില്ലായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങാം. അപ്പോൾ നമ്മൾ ഷട്ടിൽ ബാറ്റൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് നേരം ഇനി അത് കളിക്കട്ടെ. പിന്നെ ഇതുപോലെയൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ എടുത്തിട്ട് പോകും. അതൊരു രസമാണ് കേട്ടോ, അങ്ങനെ അവിടെ പോയിരുന്ന് ഇങ്ങനെ കഴിക്കാനൊക്കെ. പിന്നെ നമ്മളിങ്ങനെ കുറേ ദൂരം നടക്കുന്ന സമയത്ത് അവിടെ ഒന്നും പിന്നെ ചെറിയ ഷോപ്സ് ഒന്നും കാണാൻ വഴിയില്ല. പിന്നെ ഫ്രണ്ടിൽ കാണും വല്ല ഐസ്ക്രീം ഷോപ്പോ പിന്നെ സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോൾ അകത്തൊന്നും കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതിയിട്ട് പോവുകയാണെങ്കിൽ സേഫാണ്. അറ്റ്ലീസ്റ്റ് പിള്ളേരൊക്കെ വിശക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കും, അവർ ഹാപ്പിയാവും. ഇതുപോലെയൊക്കെ പോയിരുന്ന് കഴിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ എല്ലാവരും. ഞങ്ങൾ പോയ റൂട്ടിൽ കൂടെ തന്നെ തിരിച്ചു വന്നു. അങ്ങോട്ട് ഇനിയും ഒരുപാട് പോകാനുണ്ട്. ഞങ്ങൾ ആ വാട്ടർഫോളിൻ്റെ അവിടുന്ന് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ അവിടുന്ന് ഈ വെള്ളം വരുന്നത് കാണാൻ വേറൊരു ഭംഗിയാണ്. ഇപ്പോൾ കാണിച്ചു തരാം.
നമ്മൾ മേളിൽ നിന്ന് കണ്ടില്ലേ താഴോട്ട് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ നടക്കാനിങ്ങനെ ഒരുപാടുണ്ട്. ഈ ഒരു സീസണിൽ വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ബാക്കി വിൻ്റർ സമയത്തൊക്കെ വരുമ്പോൾ ഫുള്ള് കമ്പ് മാത്രം കാണും, ഇലയൊന്നും കാണത്തില്ല മരത്തിലൊന്നും. മരത്തിലെല്ലാം പായൽ പിടിച്ചിരിക്കുന്നത് മരത്തിലെല്ലാം പായൽ പിടിച്ചിരിക്കണ നോക്ക് കേട്ടോ. ഇങ്ങോട്ടോ ഇവിടെ നോക്ക്. പായൽ ആണോ? ഈ വഴി എങ്ങോട്ട് പോകണമെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ഈ കണ്ട വഴി കൂടെ അങ്ങ് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും കറങ്ങി തിരിഞ്ഞ് അത് ഫ്രണ്ടിൽ കൊണ്ട് എത്തിക്കും. ആ ഒരു ധൈര്യത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാറ്റ് പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പിടിക്കാൻ വേണ്ടി. ഞാൻ വിചാരിച്ചു ആ കൊക്ക് മീൻ പിടിക്കുമായിരിക്കുമെന്ന്. പക്ഷെ കുറേ നേരം കൊണ്ട്, അതുകൊണ്ടാണ് ഈ ക്യാമറ വെച്ചോണ്ടേ ഇരുന്നത്. പക്ഷെ അത് അത്രയും നേരം അങ്ങനെ സ്റ്റാച്ചു ആയിട്ടിരുന്നു. എല്ലാ മരങ്ങളൊക്കെ മുറിച്ചിട്ടിരിക്കണം. എന്തിനാണോ എന്താ ഒരെണ്ണം വീണ് കിടക്കണം. നോക്ക്, ഈ മരമാണ് മുറിച്ചിട്ടത്. വെള്ളം ഇങ്ങോട്ട് വരും, എല്ലാരും അങ്ങോട്ട് ചാടും. ഇവിടെ ഹാരി പോട്ടർ ഇവിടെ എടുത്ത് കാണും ചിലപ്പോ. അച്ഛാ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കണം. അങ്ങനെ ഞങ്ങൾ ആ തിരിച്ച് നടന്ന് നമ്മൾ ആദ്യം കയറിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഫാമിലി ഇരുന്ന് ബാർബിക്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടില്ലേ. സമ്മർ അങ്ങോട്ട് സ്റ്റാർട്ടായില്ല. ഇനി അത് കഴിയുമ്പോഴാണ് ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്ന് ഇനി ഇവിടെ എല്ലാ പാർക്കിലും നല്ല തിരക്കായിരിക്കും കേട്ടോ. അങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടത് ചിൽഡ്രൻസ് പ്ലേ ഏരിയ. അപ്പം വർഷിക്കുട്ടിയും വിമാനം നേരെ അവിടെ പോയി കളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇപ്പോൾ എല്ലാ പാർക്കിലും ഈ ഒരു മരം കാണും കേട്ടോ, ഈ ചെറിയ ബ്ലോസത്തിൻ്റെ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ നടന്നപ്പോൾ കുറേ കണ്ടു. അപ്പോൾ അവിടെ ഈ എല്ലാവരും വന്ന് ഈ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മളായിട്ട് കുറയ്ക്കേണ്ട, നമ്മളും പോയി എടുക്കാമെന്ന് വിചാരിച്ച് ഞാനും ഏട്ടനും കൂടെ പോയതാണ്. പിന്നെ ഞാൻ അതിൻ്റെ കുറേ റീൽസൊക്കെ എടുത്തു. ഇതിൻ്റെ റീൽസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ റീൽസ് എടുക്കാൻ വേണ്ടിയുള്ള അഭിനയമാണ് ഞാനിവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പൂവല്ലേ കാണാൻ. അപ്പോൾ ഇത് കണ്ട ആർക്കായാലും ഒന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നും. ശരിക്കും പറഞ്ഞാൽ ഈ പാർക്ക് ഏക്കർ കണക്കിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. നമ്മളതിൻ്റെ ഒരു കുറച്ച് പോർഷൻ മാത്രമേ പോയിട്ടുള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേണം മൊത്തത്തിലൊന്ന് കവർ ചെയ്യാൻ. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു പാർക്ക് എന്നുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ.